ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ വൈകുന്നേരം കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഓർത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ടോപ്പ് നിങ്ങളെ കാണിച്ചു തന്നില്ലോ. നമ്മൾ സെയിൽ ചെയ്യുന്ന ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ ഇല്ല 550 രൂപയുടെ ആ ഒരു മെറ്റീരിയലിലെ ടോപ്പിൻ്റെ മാത്രം തുണി എടുത്ത് ടോപ്പ് തയ്ച്ചതാണ് കേട്ടോ. ബോട്ടത്തിൻ്റെ തുണി എടുത്ത് ഇനി അതിന് ടോപ്പ് തന്നെ തയ്ക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ താണ്ടെ നമ്മുടെ ബോഡിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഫുൾ സ്ലീവാണ് വെച്ച് ഫുൾ സ്ലീവ് അല്ല 3/4 സ്ലീവാണ് വെച്ചേക്കുന്നത്. പിന്നെ ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ലൈനിങ് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ളതുകൊണ്ട് ലൈനിങ്ങിലും സീനില്ല. പിന്നെ നമ്മളാണെങ്കിൽ അതൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഓട്ടോയിൽ കയറി ഞാനും ഏട്ടനും അനിയത്തിയും നിച്ചൂസും കൂടെ കൂടിയിട്ട് താണ്ടി ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. നിച്ചൂസ് ആണെങ്കിൽ അപ്പോൾ അവളുടെ കയ്യിൽ ഇരുന്നാണെങ്കിൽ നല്ല ഉറക്കം പിടിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തോ ഒച്ച കേട്ടിട്ട് അവൾ തന്നെ ചാടി എഴുന്നേറ്റു. നിച്ചൂസ് അങ്ങനെയാണ് കേട്ടോ, ഉറങ്ങുന്നതും കാണാം എഴുന്നേൽക്കുന്നതും കാണാം. പിന്നെ അവൾ ഇന്ന് ഇതുവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു, പകൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു, രാവിലെ എഴുന്നേറ്റാണ്. അപ്പോൾ പിന്നെ അവൾക്ക് അതുകൊണ്ടാണ് നല്ല ഉറക്കക്ഷീണമുണ്ട്. പക്ഷേ എന്താ വണ്ടിയിൽ ഇരുന്നുള്ള ഉറക്കം അത്ര ശരിയാവണില്ലായിരുന്നു. ആളങ്ങനെ കണ്ണും തുറന്ന് അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, എന്നെ ഇതെങ്ങോട്ടാണോ കൊണ്ടുപോകണേ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ പുഴയൊക്കെ കടന്ന് നമ്മൾ തണ്ടേ പായപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. പായപ്പുഴയാണ് ചേച്ചിനെ കെട്ടിച്ചേക്കണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. കുറേ ദിവസമായി നമ്മൾ പോകണം എന്ന് ഓർക്കണു. പക്ഷെ നമ്മൾ ഇതുവരെ പോകൽ നമുക്ക് ഒത്തില്ല. അപ്പോൾ ഇന്ന് പിന്നെ പെട്ടെന്ന് ഓർത്തു, പെട്ടെന്ന് ഇരുന്നപ്പോൾ വിളിച്ചു ചേച്ചി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ സർപ്രൈസ് ആയിട്ട് പോയതാണ് കേട്ടോ. ചേച്ചിയോട് ഇങ്ങനെ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് വലിയ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് എന്നോട് വരില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താണ്ടേ അവിടെ ചെന്നിട്ട് താണ്ടേ ഹൃദയും നിച്ചൂസും എല്ലാവരും കൂടി ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണെങ്കിൽ നിച്ചൂസാണെങ്കിൽ ചേച്ചി ഞാൻ വിളിച്ച് രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് വലിയ ഷോ കാണിക്കലാണ് കേട്ടോ. അപ്പോൾ പകലിന്നാണെങ്കിൽ രണ്ടാളും നല്ല ഫുഡ് അടിയാണ്. എന്തുവാണ് ചിക്കനും ബ്രെഡും കഴിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് താഴെ തോട്ടിൽ പോവുകയാണ്. അവരുടെ വീടിന് താഴെയായിട്ട് ഇങ്ങനെ തോടാണ് കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ പോയി ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ നിച്ചൂസിനെ ആണെങ്കിൽ തൻ്റെ വെള്ളത്തിൽ കൊണ്ട് ജസ്റ്റ് കാലൊന്ന് മുക്കുവാണ് കേട്ടോ. കാലം നോക്കിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം കാലെടുത്ത് പോയിക്കാം, അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ വരുന്ന ആളല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ടാങ്കിലുള്ള വെള്ളമാണല്ലോ, അതിന് ഇത്ര തണുപ്പുണ്ടാവത്തില്ലല്ലോ, ചൂടായി കിടക്കുമായിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഒരു വെള്ളം ആയതുകൊണ്ട് തന്നെ അവൾ പിന്നെ വേഗം അവിടെ നിന്ന് കയറിപ്പോകുന്നല്ല കാലും പൊക്കി ഏട്ടൻ കയറ്റിക്കൊണ്ട് വന്നു. അപ്പോഴത്തേനും പിന്നെ താണ്ടെ പൊന്നൂസൊക്കെ ഇറങ്ങി വന്നു. പൊന്നൂസിനാണെങ്കിൽ ഇപ്പം സ്കൂളിൽ പോകണോണ്ട് അവളെ വല്ലാതെ മിസ് ചെയ്യട്ടെ, കാരണം സ്കൂൾ അടയ്ക്കുമ്പോൾ അവൾ വന്ന് നിൽക്കുന്ന കണക്ക് ഇപ്പം നമുക്ക് അവളെ കാണാനൊന്നും പറ്റുകയല്ലേ, നമുക്ക് എപ്പോഴും ഇങ്ങനെ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം പൊന്നൂസിനെ കാണാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അവധിയുള്ളൊരു ദിവസം തന്നെ നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെ തിരിച്ച് വീട്ടിൽ കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ചേച്ചി പറയണത് റംബൂട്ടാനൊക്കെ സേഫായിട്ട് കവർ കെട്ടി വെച്ചിരിക്കുന്നത് തുറന്ന് നോക്ക്, അതിനകത്ത് പഴുത്തോന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചാടിക്കയറി തുറന്ന് നോക്കണതാണ് ഈ കാണുന്നത്. പക്ഷേ അതിനകത്ത് ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു. ഒരെണ്ണം ജസ്റ്റ് കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ സേഫായിട്ട് പിന്നെ അത് കണക്ക് തന്നെ ചുറ്റിക്കെട്ടി വെച്ചു കിട്ടും. ഞാൻ കുടഞ്ഞ എന്താ അതിനകത്ത് കുറേ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം കേടായി കിടക്കുന്നുണ്ടായിരുന്നു കവറിനകത്ത്. അപ്പോൾ അതെടുത്ത് കുടഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ അതേ കണക്ക് തന്നെ സേഫായിട്ട് റംബൂട്ടാൻ പോലും അറിയാണ്ട് അങ്ങനെ തന്നെ കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത കവർ പൊട്ടിച്ച് നോക്കുവാണ്. അങ്ങനെ 2 പൊതിയായിരുന്നു ഈ സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൊതിയിലും പഴുത്തിട്ടില്ല എന്ന് മനസ്സിലായി. നല്ല റെഡ് കളർ ആവണയാണ്. അപ്പോൾ ഇതാണ്ട് ഇത്രയും കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ വെറുതെ വിട്ടു കേട്ടോ. ഇതല്ലാണ്ട് വേറൊരു റംബൂട്ടാൻ മരം ഉണ്ട്, അവിടെ കയറി വന്ന വഴിക്ക് അതിൽ കുറേ പഴുത്ത് നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ വണ്ടിക്കകത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത്തവണ എന്താ റംബൂട്ടാനൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പഴുക്കണതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വീട്ടിലുള്ള റംബൂട്ടാനാണെങ്കിലും പച്ചയായിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഇതുവരെ അത് പഴുത്തിട്ടില്ല. ആകെ 2-3 എണ്ണമാണ് നമുക്ക് പഴുത്ത് കിട്ടിയത് കേട്ടോ, ബാക്കിയെല്ലാം ഇങ്ങനെ പച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. നിച്ചൂസിനോടാണെങ്കിൽ ഹൃദയനെ എടുത്തോളാൻ പറഞ്ഞപ്പോൾ നിച്ചൂസാണെങ്കിൽ ഹൃദയ കുഞ്ഞച്ഛനെ എടുക്കാൻ വേണ്ടി നോക്കണേ കണ്ടേ കാണണേ. അച്ഛയെ കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടുത്തെ അച്ഛനെ നിച്ചൂസ് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും പിന്നെ സമയമൊക്കെ സന്ധ്യയാകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ പിന്നെ പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടുള്ള വഴിയിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ നിച്ചൂസിൻ്റെ കൂടെയുള്ള പ്ലേ ടൈമാണ്. ഇത്ര നേരം അവൾക്ക് അവിടെ കളിക്കാൻ വേണ്ടി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഏട്ടൻ നിച്ചൂസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മേടിച്ചൊരു സാധനമാണ് കേട്ടോ. കാരണം നിച്ചൂസിനെ കളിക്കാനാണെങ്കിൽ ഓരോന്ന് എടുത്ത് വയ്ക്കാൻ പറയുമ്പോൾ അതായത് കളറൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് ഇത്. നമ്മളെപ്പോഴും നിച്ചൂസിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് സമയം കളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും നിച്ചൂസിനോട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ കുറച്ച് നേരം എപ്പോഴും ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കും. അപ്പം നിച്ചൂസിനും അതൊരു സന്തോഷം, നമുക്കാണെങ്കിലും പിന്നെ ഭാവിയിൽ ഈ ഒരു ടൈം ഒന്നും തിരിച്ച് കിട്ടുകയല്ലോ. നിച്ചൂസ് വളർന്നുകൊണ്ടിരിക്കുമല്ലേ. ഇന്നലെ ഉണ്ടായ കണക്കാണ് തോന്നണേ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് താണ്ടി 1.5 വയസ്സ് കഴിഞ്ഞു. ആ ഒരു ടൈമിൽ ഞങ്ങൾ എപ്പോഴും പറയട്ടെ, കാരണം പിന്നെ നമുക്ക് മിസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിച്ചൂസിന് ഒട്ടും ഉറക്കം വരുന്നില്ല എന്നുള്ള കാരണത്താൽ ഞങ്ങൾ ഞങ്ങളുടെ കളികളെല്ലാം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ കുറങ്ങനെ തന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കയറി കിടന്നുറങ്ങി. അതിൻ്റെ വീഡിയോ എടുത്തില്ല, സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.